നമസ്കാരം. കാലസർപ്പ ദോഷം, പിതൃദോഷം, മാതൃദോഷം, സ്ത്രീദോഷം, സ്ത്രീശാപം, മാളവ്യയോഗം, രുചക മഹായോഗം, ഭദ്രയോഗം, ഗജകേസരിയോഗം, കേസരിയോഗം, വേസിയോഗം, വാസിയോഗം എന്നിങ്ങനെ നീണ്ടു കിടക്കുകയാണ്. നൂറുകണക്കിന് യോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ദോഷങ്ങളുടെ പേരുമുണ്ട്. ഇത് ഈ ഒരു വീഡിയോയിലൂടെ ആരെയും കുറ്റപ്പെടുത്തുവാനോ ഇല്ലെങ്കിൽ ആരെയും വേദനിപ്പിക്കുവാനോ ഉള്ള ഒരു വിഷയമല്ല. ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ കാലഘട്ടത്ത് അത് അത്രയും പ്രസക്തമാണ്. സാധാരണക്കാരുടെ അടുത്ത് നാം ജ്യോതിഷത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം ഈ ടെക്നിക്കലായിട്ടുള്ള വാക്കുകൾ, ഇതൊക്കെ ടെക്നിക്കൽ എന്ന് പറയേണ്ടി വരും. കാരണം ശാസ്ത്രം പഠിച്ച് അത് മനസ്സിലാക്കി അതുമായിട്ട് മുന്നോട്ട് പോകുന്നവരിൽ മാത്രം ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അതെന്തുകൊണ്ടാണെന്നും അതെപ്പോൾ തീരുമെന്നും ഇല്ലെങ്കിൽ എപ്പോൾ ഉണ്ടെന്നും ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുമായിട്ട് പുലബന്ധം പോലും ഇല്ലാതെയുള്ള സാധാരണക്കാരുടെ അടുത്ത് നാം പറയുകയാണ്, നിങ്ങൾക്ക് കാലസർപ്പ ദോഷമാണ്. ഇന്ന് കാലസർപ്പം മാറി കാളസർപ്പമായി. കാളയെ കൊണ്ടുവന്നു, കാളയെയും സർപ്പത്തിനെയും കൂടി ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ കാലസർപ്പ ദോഷമുണ്ട് എന്ന് പറയുമ്പോൾ ഈ സാധാരണക്കാരൻ വിചാരിക്കുകയാണ് ദോഷം എന്ന വാക്കിൻ്റെ അർത്ഥം ദുഷ്യത്തെ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. ദുഷ്യത്തെ ദോഷ. അപ്പോൾ അത് അറിയാത്ത ഒരാളുടെ അടുത്ത് നാം ഇത് പറയുമ്പം അദ്ദേഹം ഒരു പക്ഷേ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതം പോയി, എൻ്റെ ജീവിതം ഇനി നന്നാക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ അത്രയും ദുഃഖിതനായിട്ട് കഴിയേണ്ട ഒരവസ്ഥ, എനിക്ക് ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ, അത് കാലസർപ്പ ദോഷമാണ്, ആ ജ്യോത്സ്യർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാവാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ഒരുപാട് മനസ്സിന് കട്ടിയില്ലാത്ത ആൾക്കാരുണ്ട്, അവരുടെ മനസ്സിൽ ഇത് കിടക്കും. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ്, ഒരു ദോഷത്തെ തുലനം ചെയ്യുവാനായിട്ട് സാധിക്കില്ല. പിതൃശാപമുണ്ട്, ആ ശാപത്തിൻ്റെ കാഠിന്യം തുലനം ചെയ്യുവാൻ അസാധ്യമാണ്. ഇത്ര ലിറ്റർ ദോഷമുണ്ട്, ഇത്ര കിലോമീറ്റർ ശാപം ഉണ്ട്, ഇത്ര ഗ്രാമുണ്ട് എന്ന് നമുക്ക് തുലനം ചെയ്യുവാൻ അസാധ്യമാണ്. സാധാരണക്കാർ ഇന്നും എന്നും എപ്പോഴും എൻ്റെ കൂടെ ഈ ദോഷം നടക്കുന്നു എന്ന് വിചാരിക്കുവാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ഈ ടെക്നിക്കൽ ടെർമിനോളജിയൊക്കെ സാധാരണക്കാരിലേക്ക് പറയാതിരിക്കുന്നത് കുറച്ചുകൂടി ഉചിതമാണെന്ന് തോന്നുന്നു. അവരുടെ അടുത്ത് ഈ ദോഷം മാറുവാനായിട്ട്, ഇങ്ങനെ ഒരു ചെറിയ ദോഷമുണ്ട്, ഇത് മാറുവാനായിട്ട് നാമജപം ശീലിക്കുക, സത്പ്രവൃത്തി കൂടുതലായിട്ട് ചെയ്യുക, സ്വധർമ്മം അനുഷ്ഠിക്കുക. ധർമ്മേണ ഗമനമൂർധം ഗമനമധസ്താത് ഭവത്യധർമ്മേണ ധർമ്മ ഏവ ഹതോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് ധർമ്മം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുക. ഈ ധർമ്മം പോലും ചില ആൾക്കാർക്ക് ധർമ്മം കൊടുക്കുക എന്നുള്ളതായി. ആരെങ്കിലും ഭിക്ഷ ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുത്തു, ഞാൻ ധർമ്മം ചെയ്തു എന്ന് മീനിങ് എടുക്കുന്ന ആൾക്കാരുമുണ്ട്. അതായത് ഈ ലോകം വിചിത്രമാണ്, പല രീതിക്കാണ് ആൾക്കാർ ഗ്രഹിക്കുന്നത്. അപ്പോൾ സാമാന്യമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ധന ആകർഷണ ഭൈരവ യന്ത്രം എന്ന് പറയുകയാണ്. നമ്മൾ ഏവരും കേട്ട് കാണും. അത് വെച്ച് കഴിഞ്ഞാൽ ധനം വരുമെങ്കിൽ അത് വെക്കേണ്ട ഉചിതമായ സ്ഥലം കേരളത്തിലെ ട്രഷറിയാണ്. ആ ട്രഷറിയിൽ ധനാകർഷണ ഭൈരവ യന്ത്രം സ്ഥാപിക്കുക. നാളെ മുതൽ കേരളത്തിലുള്ളവരെല്ലാം രക്ഷപ്പെട്ടോട്ടെ. അപ്പോൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണണം എന്ന് ഐഡിയ ഇല്ലാതെ നമ്മളുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാർ, ഇല്ലെങ്കിൽ ഓരോ ആചാര്യൻ്റെ അടുത്ത് പോകുന്ന ആൾക്കാരുടെ അടുത്ത് ഈ ടെക്നിക്കൽ ടെർമിനോളജി പറയാതിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നാവുമെന്ന് തോന്നുകയാണ്. ശാസ്ത്രത്തിലൂടെ അവർക്ക് കുറച്ച് ജ്ഞാനം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ചുകൂടി അവർ ശാസ്ത്രവുമായിട്ട് അടുത്ത് മുന്നോട്ട് പോകുവാനായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇന്നത്തെ പാഠ്യപദ്ധതി എല്ലാം തന്നെ ഇംഗ്ലീഷ് സിസ്റ്റത്തിൽ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇംഗ്ലീഷ് ഡോക്ടേഴ്സ് പോലും ഒരിക്കലും ഹൈപ്പർ പൈറക്സിയാണ് നിങ്ങൾക്ക് എന്ന് പറയത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചത്തുവും. കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്പോളോയിൽ പോകണോ, കിംസിൽ പോകണോ, മെഡിക്കൽ കോളേജിൽ പോകണോ എന്ന് ചോദിക്കും. ഹൈപ്പർ പൈറക്സിയ വെറും ഹൈ ഫീവർ ആണെന്നേ പറയുള്ളൂ. ഹൈ ഫീവർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചോദിക്കും, എന്താ പറയുക, പാരസെറ്റമോൾ തരൂ എന്ന് ചോദിക്കും. ആയതിനാൽ ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ പറയാൻ ഉദ്ദേശിച്ചത്.
ഈ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ സാധാരണക്കാരിലേക്ക് പറയുമ്പം അവിടെ അഷ്ടമത്തിൽ ചൊവ്വ നിന്നു, അതിൻ്റെ കൂടെ രാഹു നിന്നു, ഗുളികൻ രാഹുവിനെ നോക്കിയപ്പം ശുക്രൻ അതുവഴി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർ കുടുങ്ങും എന്നുള്ളതിൽ സംശയമില്ല. ഏവരും ചിന്തിക്കുക, ചിന്തിച്ച് സ്വയം ഉചിതമായ ഒരു തീരുമാനത്തിലെത്തി നല്ല വഴിയിലേക്ക് ഏവരെയും നയിക്കുക എന്നുള്ളൊരു അഭിപ്രായം ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. നമസ്കാരം.